ശരണ്യ സ്നേഹജൻ നമ്മളോടൊപ്പം ചേരുന്നു. ശരണ്യ, സെബാസ്റ്റ്യൻ കുടുങ്ങുമെന്നത് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇന്ന് നിർണായക തെളിവെടുപ്പാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നത്. നിർണായക തെളിവുകൾ അന്വേഷണ സംഘം ഇതിനോടകം കൈക്കലാക്കി എന്ന് നമുക്ക് ഉറപ്പിക്കാമോ? മനുഷ്യന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഈ കൊലപാതകം നടത്തിയ സ്റ്റൈൽ, ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കാൻ ഉള്ള നടപടികൾ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്? തീർച്ചയായിട്ടും രേണുക, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിപ്പോൾ കാണുന്ന സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്, ഈ വീട് കേന്ദ്രീകരിച്ച് വളരെയധികം ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ കൊലപാതകങ്ങളെല്ലാം നടന്നത് പള്ളിപ്പുറത്തെ ഈ വീട് കേന്ദ്രീകരിച്ച് ആയിരുന്നു എന്നുള്ളതാണ്. അതായത് ജൈനമ തിരോധാന കേസ് കൊലപാതക കേസായി മാറിയിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഏറ്റവും ആദ്യത്തെ കേസ് എന്ന് പറയുന്ന ബിന്ദു പത്മനാഭൻ കേസ്, ആ കേസും അങ്ങനെ ഒരു അന്വേഷണ വഴിയിൽ ഇപ്പോൾ മറ്റ് നിർണായകമായ വിവരങ്ങളിലേക്കും സെബാസ്റ്റ്യൻ എന്ന ക്രൂരമായ വ്യക്തിയുടെ കൊലപാതക പരമ്പരയിലേക്കും അത് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ വീട്, അതായത് ഇന്ന് രാവിലെ അന്വേഷണ സംഘം ഇവിടെ ഈ വീട് സംബന്ധിച്ചിട്ടുള്ള ദുരൂഹതകൾ, ഈ സ്ത്രീകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും അതെങ്ങനെയാണ്, ഇത്ര പൈശാചികമായാണോ എന്നുള്ളത് നമുക്ക് അറിവില്ല. സൂചനകൾ ഉണ്ടായിരുന്നു, മൃതദേഹം മുറിച്ചിട്ടുണ്ടെന്നുള്ള സൂചനകളൊക്കെ നമുക്ക് ലഭ്യമാവുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഈ വീടിന്റെ 2004 മുതൽ സെബാസ്റ്റ്യൻ ഈ വീട്ടിൽ ഈ വീട് സെബാസ്റ്റ്യന്റെ കസ്റ്റഡിയിലായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. സെബാസ്റ്റ്യന്റെ സഹോദരൻ അത് സംബന്ധിച്ച മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ സെബാസ്റ്റ്യന്റെ മുറിയിലായിരുന്നു ഈ കൊലപാതക പരമ്പരകളൊക്കെ അരങ്ങേറിയത് എന്നുള്ളതാണ്. ബിന്ദു പത്മനാഭനെ ഇവിടെ എത്തിച്ചു. ബിന്ദു പത്മനാഭന്റെ കഴുത്ത് ഞെരിച്ച് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ജൈനമയെ തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയ ശേഷം ബിന്ദുവിന്റെ ശരീരം, അതായത് ഇയാൾ ചെയ്യുന്നത് ഓരോന്നും കൃത്യമായി പ്ലാൻഡ് ആയിട്ടാണ്. കൊലപാതകം നടത്തുന്നു, ബോഡിയിൽ നിന്നും രക്തം കട്ട പിടിക്കുന്ന ഒരു സമയം കണക്കാക്കുന്നു. അത് കണക്കാക്കി അതിനുശേഷമാണ് മൃതദേഹങ്ങൾ മുറിച്ചതെന്നൊക്കെ അന്വേഷണ സംഘം പറയുമ്പോൾ നമുക്ക് ഞെട്ടലാണ് ഉണ്ടാകുന്നത്. ഇതൊന്നും അറിയാത്ത മട്ടിൽ സെബാസ്റ്റ്യൻ ഇന്ന് തെളിവെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും നടക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് പാസ്റ്റിനെ കുറിച്ച് അയാൾ ചിന്തിക്കുന്നേയില്ല, പ്രസന്റിലാണ് അയാൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അയാൾ രക്തം കട്ട പിടിക്കുന്ന ഒരു സമയം വരെ വെയിറ്റ് ചെയ്തിട്ട് ഈ മൃതദേഹങ്ങൾ മുറിച്ച് പല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അയാൾ ഈ വീടിന്റെ പല ഭാഗങ്ങളിലായി കുഴിച്ചു മൂടി എന്നുള്ളതാണ്. ചെറിയ കുഴികൾ, സംശയിക്കാതിരിക്കാൻ ചെറിയ കുഴികൾ എടുത്ത് ആ കുഴികളിലാണ് ഇത് ഡിസ്പോസ് ചെയ്തത്. അതിനുശേഷം പിന്നെ ഒരു 2-2.5 മാസത്തോളം ഇത് അഴുകുന്ന ഒരു സമയകാലാവധി അയാൾ കാത്തുനിന്നതിന് ശേഷം ആ മൃതദേഹാവശിഷ്ടങ്ങളിലെ മറ്റ് എല്ലുകൾ ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ എടുത്ത് കൂട്ടിയിട്ട് കത്തിച്ചു കളയുക. ഇതായിരുന്നു അയാളുടെ ഒരു മോഡസ്. അതിൽ തന്നെ ജൈനമയിലേക്ക് വന്നപ്പോൾ ജൈനമയെ തലക്കടിച്ചാണ് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ഐഷ തിരോധാന കേസിലുമൊക്കെ നിർണായകമായ ചുവടുവെപ്പിലേക്ക് അടുത്ത ദിവസം അന്വേഷണ സംഘം പോകും. ഇവിടെ വന്ന ഘട്ടത്തിൽ ഒന്നും തന്നെ ഒരിക്കലും ഒരു കാര്യത്തെക്കുറിച്ചും റെഗ്രറ്റ്സ് അയാൾക്കില്ല. ഈ സെബാസ്റ്റ്യൻ കാണിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും, പ്രമേഹ പ്രശ്നങ്ങളൊന്നും അയാളുടെ ശാരീരികമായ അവസ്ഥയെ യാതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് കൊടും, ഒരുപക്ഷെ ഇന്ത്യയുടെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൊടും ക്രിമിനൽ എന്ന് തന്നെ സെബാസ്റ്റ്യനെ പറയാം. എല്ലാം സ്നേഹിച്ച് വിശ്വസിച്ച് കൊണ്ടുവന്ന സ്ത്രീകൾ, നിരാലംബരായ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകൾ, അവരെയാണ് ഈ വീട്ടിലെത്തിച്ച് അയാൾ കൊല ചെയ്തത് എന്നുള്ളതാണ്. അന്വേഷണ സംഘത്തിന് നിർണായകമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ബിന്ദു പത്മനാഭൻ എന്നുള്ള രീതിയിൽ ജയ എന്ന സ്ത്രീയെ കൊണ്ടുപോയി മറ്റൊരു സ്റ്റുഡിയോയിൽ എത്തിച്ച് അവരുടെ രൂപം ജയയുടേതുപോലെയാക്കി ഫോട്ടോ എടുത്തതടക്കമുള്ള ഫോട്ടോകൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം കളക്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം പണമായിരുന്നു ലക്ഷ്യം. ബിന്ദുവിന്റെ പണം അയാൾ നേടിയെടുത്ത ശേഷം തന്നെ വിശ്വസിച്ച് ഈ വീട്ടിലേക്ക് എത്തിയ ബിന്ദുവിനെയാണ് അയാൾ കൊലപ്പെടുത്തി മാറ്റിയത് എന്നുള്ളതാണ്. ഐഷ തിരോധാന കേസിലും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഐഷയും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നൊരു കണക്കുകൂട്ടലാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. വളരെ നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ CI ഹേമന്ത് അടക്കമുള്ള ആളുകൾ നമ്മളോട് പങ്കുവച്ചു. ഇതായിരുന്നു രീതി, കൊലപ്പെടുത്തുന്ന രീതി ഇതായിരുന്നു. മാത്രമല്ല ഈ ആക്ഷൻ കൗൺസിൽ പ്രതിനിധി രൂപേഷ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കായിരിക്കാം ഇതൊക്കെ ചെയ്തത് എന്നതാണ്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഇതിന്റെ വിവരങ്ങളൊക്കെ പുറത്തേക്ക് എങ്ങനെയെങ്കിലും ഒക്കെ വന്നേനെ, ആളുകൾ ഒരുപാട് പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒരാളായതുകൊണ്ടാണ് ഈ വിവരങ്ങൾ ഈ 20 വർഷക്കാലം ഇത്ര ഒരു മനുഷ്യർ പോലും അറിയാതെ ഇത്ര ദുരൂഹമായി ഇത് തുടർന്നത് അതുകൊണ്ടാണ് എന്ന് പറയുന്നു. അതിനുള്ള സാധ്യതകൾ അന്വേഷണ സംഘം തള്ളുന്നുണ്ടോ? അതോ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട്, വലിയ ഭൂമാഫിയ ഇതിന് പിന്നിലുണ്ട് എന്ന നേരത്തെ വന്ന ചില നിഗമനങ്ങളുണ്ട്. അതിലാണോ അന്വേഷണ സംഘം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ?
ഭൂമാഫിയുടെ ഇൻവോൾവ്മെന്റ് ഇതിനകത്തുണ്ട്. അത് ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ബിന്ദുവിന്റെ ഭൂമി തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ടൊക്കെ ഭൂമാഫിയ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉള്ളത് രേണുക, ഇപ്പോൾ സമയം ഏകദേശം 5:15 ആയിരിക്കുന്നു. ഈ പരിസരം ഒന്ന് നിരീക്ഷിച്ചാൽ ഒരു ഇലയിണക്കം മാത്രമേ ഈ സ്ഥലത്തുള്ളൂ എന്നുള്ളതാണ്. സെബാസ്റ്റ്യന്റെ ആ വീടാണ്. ഇവിടെ ഇത്തരത്തിൽ ഒരു മനുഷ്യൻ ഇവിടേക്ക് വരാൻ ഭയപ്പെടും. കാരണം എല്ലാവരും പോയി കഴിഞ്ഞു. ഇപ്പം നമ്മൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ആ ഒരു അങ്ങനെ ഒരു പശ്ചാത്തലമുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ആര് കയറി വരാനാണ്, എങ്ങനെ അറിയാനാണ്? എല്ലാ സ്ത്രീകളെയും കൃത്യമായി സെബാസ്റ്റ്യൻ അവരെ വിശ്വാസത്തിലെടുക്കും. വിശ്വാസവും സ്നേഹബന്ധങ്ങളും ഒക്കെ അവർ വെച്ച് പുലർത്തും. ഏറ്റവും ഒടുവിൽ ക്രൂരമായി അവരെ കൊലക്കത്തയ്ക്ക് ഇരയാക്കും. അയാളുടെ ഒരു കയ്യിലുള്ള ഒരു വെട്ടരുവ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ജൈനമ്മ കേസിൽ. അത് തന്നെയാണ് എല്ലാ കേസിലും അയാൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ള സൂചനകളൊക്കെ ലഭ്യമാകുന്നുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ ഈ വീട്ടിൽ എന്ത് നടന്നാലും ആർക്കും ഒന്നും അറിയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിലവിലത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു ക്രൈം സീനായി മാറ്റിയിരിക്കുന്നു. ഇവിടെ മറ്റാളുകൾ ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും അന്വേഷണ സംഘം ഉൾപ്പെടെ ഇവിടേക്ക് ഇന്ന് വന്നു. അവരെ മടങ്ങിപ്പോയിട്ടുണ്ട്. ഈ കാട് പിടിച്ചു കിടക്കുന്ന വീട്ടിൽ പിന്നെ ഇയാൾ കൊലപ്പെടുത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളുമായി ബന്ധമുണ്ട്. ഒരു പക്ഷേ ഇവരെല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഇയാളുമായി അടുത്ത ബന്ധമുള്ള ആളുകൾക്ക് അറിയാം. പക്ഷെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കൊലപാതകം നടത്തുന്ന കാര്യം അയാൾ ആരോടും ഷെയർ ചെയ്യാറില്ല. എപ്പോഴാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, എന്നാണ് നടന്നത്, ഏത് സമയത്ത്, അത്തരം ഒരു വിവരവും അയാൾ പറയാറില്ല എന്നുള്ളതാണ്. അങ്ങനെ അതിനകത്ത് അതീവ സീക്രട്ടായിട്ടാണ് ആ കാര്യങ്ങൾ സൂക്ഷിക്കുന്നത്. എന്തായാലും ബിന്ദു പത്മനാഭൻ കേസിൽ ഒരു വലിയ വഴിത്തിരിവിലേക്ക് അന്വേഷണ സംഘം എത്തിയിരുന്ന ആ കസ്റ്റഡിയിലെ 3ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ ദിവസമാണ് ഇപ്പോൾ സെബാസ്റ്റ്യനെ സെബാസ്റ്റ്യനിൽ നിന്ന് കിട്ടിയ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീട്ടിലെത്തിച്ച് സെബാസ്റ്റ്യന് മാത്രം അറിവുണ്ടായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പൊതുമധ്യത്തിലേക്ക് വരികയാണ്. ന്യൂസ് 8 അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുകയാണ്. ബിന്ദു പത്മനാഭനെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ആ കേസിൽ സെബാസ്റ്റ്യൻ കുരുങ്ങുമെന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ആ ദുരൂഹമായ വീടിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. എത്ര സ്ത്രീകളുടെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാകാൻ. നമുക്ക് മുന്നിലേക്ക് എത്തിയ തിരോധാനങ്ങൾ സംബന്ധിച്ച് അതൊക്കെ കൊലപാതകങ്ങളാണ് എന്ന കാര്യം കൂടി തെളിയുന്നു. രാജ്യം കണ്ട ഏറ്റവും ക്രിമിനലായ വ്യക്തിയാണ് സെബാസ്റ്റ്യൻ എന്നത് കൂടി ഇപ്പോൾ ഉറപ്പിക്കുകയാണ്. ശരണ്യ സ്നേഹജനാണ് ഈ നിർണായക വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്കൊപ്പം പങ്കുവച്ചത്. ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് അവിടെ.